നിയമമാരിയിൽ ഓണം വന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. കറക്റ്റായിട്ട് ഓണത്തിൻ്റെ പർച്ചേസിങ് കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെയധികം സെലിബ്രിറ്റികളാണ്, വലിയ വലിയ സെലിബ്രിറ്റികളാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് ഓണം പർച്ചേസിങ്ങിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് കേരളത്തിലെ 2022 മിസ് കേരളയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. മിസ് കേരളയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് എന്ന് പരിചയപ്പെടാം. ഈ മാഡത്തിൻ്റെ പേരെങ്ങനെയാണോ പറഞ്ഞത്? ഇതാണ് അനൂപയാണെന്നാണ് മാഡത്തിൻ്റെ പേര്. നമ്മൾ കേരളത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ ഒരു 2022 മിസ് കേരള ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അനൂപയാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. മാഡം എപ്പോഴാണ് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾ ആക്ച്വലി ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. ഇന്നലെ രാത്രിയാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്. ഇന്നലെ രാത്രിയാണ് പുറപ്പെട്ടത്. നമ്മുടെ കേരളത്തിൽ ഷോപ്പ് ഉണ്ടോ അതോ എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്? ഞങ്ങൾ ആക്ച്വലി ഓൺലൈനായിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇ കൊമേഴ്സ്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, പിന്നെ ഞങ്ങളുടേതായ വെബ്സൈറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്രകളും കാര്യങ്ങളൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? 5 മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു. കൊച്ചുള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഫാമിലി ആയിട്ടാണ് വന്നത്. ഇവിടുത്തെ ഹോട്ടൽ സ്റ്റേയിങ്ങിനോ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുള്ളൂ ഇല്ല. വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു ഭയങ്കര സ്കാം നടക്കുന്നുണ്ട്. പോയി ചാടിയില്ല. ചേട്ടനെ പരിചയപ്പെട്ടതുകൊണ്ട് എവിടെയും തലവെച്ച് കൊടുത്തില്ല. ഓക്കെ. അപ്പം പ്രിൻസിനെ കണ്ടോണ്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് ദൈവകൃപയാൽ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പർച്ചേസിംഗിന്റെ തുടങ്ങിയോ സൂറത്തില്? ഞങ്ങൾ ആക്ച്വലി സാരിയുടെ പർച്ചേസിംഗ് ഏകദേശം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഒരു 4 മണിക്കൂർ ഏകദേശം കൊണ്ട് തന്നെ എല്ലാം തീർന്നു. ഓക്കെ. സാരികളിൽ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മുടെ കുർത്തീസിന്റെ ഉണ്ട്, ബാക്കിയുള്ള സെക്ഷൻസിലോട്ട്. ഓക്കെ. ഇവിടുത്തെ കളക്ഷൻസ് എങ്ങനെയുണ്ട്? കളക്ഷൻസ് എനിക്ക് ഇഷ്ടമായി. നമുക്ക് കാണുമ്പോൾ ലിമിറ്റഡ് ആണെന്ന് തോന്നും, പക്ഷേ ഇവിടെ ഇല്ലാത്ത കളക്ഷൻസ് ഇല്ലെന്ന് തന്നെയാണ് പറയാൻ വേണ്ടിട്ട്. കേരളത്തിൽ ഓടുന്ന കളക്ഷൻസ് ആണോ? ചിലപ്പോൾ ആൾക്കാർക്ക് ഒരു സംശയം തോന്നും. അത് എനിക്കും സംശയം ഉണ്ടായിരുന്നു. കേരളത്തിലെ സാധനങ്ങൾ ഇവിടെ കിട്ടുമോ? നമ്മുടെ ഇപ്പൊ ഓണം കളക്ഷൻസ് ആണ്. നമ്മളെ കളക്ഷൻ എടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മളൊരു സാധനം പറഞ്ഞായിരുന്നു, ലിനന്റെ കാര്യം. അപ്പം അതൊക്കെ ഇവിടെ കേരളത്തിൽ എവിടുന്നായിരുന്നു എടുത്തോണ്ടിരുന്നത്? അയ്യോ, അത് വേണോ? അല്ല, എന്നാലും സൂറത്തിൽ വരുന്നതിന് മുമ്പ് കേരളത്തിൽ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു, കൊച്ചിയിൽ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു. അതേ സാധനം തന്നെയാണല്ലോ ഇവിടെയും കിട്ടുന്നത്? ക്വാളിറ്റി വ്യത്യാസമുണ്ട്, റേറ്റിൽ വ്യത്യാസമുണ്ട്. ക്വാളിറ്റി ഇവിടുത്തെ മെച്ചപ്പെട്ടതാണ്, അതുപോലെ റേറ്റ് കുറവാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് ഹോൾസെയിലായിട്ട് എടുക്കുന്നത് അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഓക്കെ, ശരി. പിന്നെ എപ്പോഴാണ് മിസ് കേരളയുടെ ഒന്ന് എനിക്കൊന്ന് പറയാൻ പറ്റുമോ? മിസ് കേരള അല്ല, ഞാൻ ആക്ച്വലി മിസ്സിസ് കേരള, മിസ്സിസ് വിമൻ ഓഫ് ദി ഇയർ, പിന്നെ മിസ്സിസ് ഇന്ത്യൻ ഐക്കൺ, അങ്ങനെ 4 വേറെയും 2 ടൈറ്റിൽ ഉണ്ടായിരുന്നു. 4 ടൈറ്റിലാണ് ടോട്ടൽ കിട്ടിയേക്കുന്നത്. 2018 തൊട്ട് 2023 വരെ ആയിരുന്നു മോഡലിംഗ് ഫീൽഡിൽ ഞാൻ ഉണ്ടായിരുന്നത്. ഹസ്ബൻഡിന്റെ പേര് എന്തായിരുന്നു? ഹസ്ബൻഡിന്റെ പേര് അനീഷ് മോഹനാണ്. അനീഷ് ഭായ് ഒരു മിനിറ്റ് കൊണ്ട് ചാൻസ് ഇല്ല, ജസ്റ്റ് ഒരു മിനിറ്റ്. കൊച്ചു ഉറങ്ങുവാ. നോ പ്രോബ്ലം. അപ്പോൾ എന്നത്തേക്കാണ് തിരിച്ചു പോകുന്നത്? ഞങ്ങൾ 4-ാം തീയതിയാണ് റിട്ടേൺ. तो माइक भाई, ये मिस केरला है. ओके. मिसेस केरला 2022. ओके. അപ്പോൾ उसमें से आपको क्या पता चला? मतलब इधर तक आया, हमारे नेवारी में आया, इनसे मैंने पूरा पूछ लिया. अच्छा. लगभग पूरा सवाल तो कर लिया मैंने, उसका जवाब भी अच्छी तरह से मिल गया. मैं कलेक्शन का पूछा कि आपको कलेक्शन ओवरऑल जो भी साड़ीज आपने देखा है, कैसा, हाउ डिड यू लाइक द कलेक्शंस ऑफ नेमावरी? इधर कलेक्शंस अच्छा है. मैं ऑनलाइन में बहुत अधिक सुना था नेमावरी के लिए, इसलिए इधर आया था. आया वाला बहुत अच्छा था. ओके. ഞാനതല്ല ചോദിക്കുന്നത്. വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും സ്കാമോ അങ്ങനെയുള്ള ആരെങ്കിലും ആയിട്ട് അങ്ങനെ ആരെങ്കിലും ഏജൻസി വല്ലതും നിങ്ങളെ കോൺടാക്ട് ചെയ്തോ? 2 പേര് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു കിധർ ജാനെ കെ ലിയെ. അപ്പം ഇല്ല, താല്പര്യം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ പോയി. കാരണം ഞങ്ങൾ ഓൺലൈനിൽ കുറെ സെർച്ച് ചെയ്തിട്ടാണ് വന്നത്. സ്കാം ഉണ്ടാവും നേരത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ പോയി പെട്ടിട്ടില്ല. ഡയറക്റ്റ് കോൺടാക്ട്. അപ്പോൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്തൊരു സൗകര്യം വേണമെങ്കിലും നമ്മൾ ചെയ്തു തരുന്നത്, എന്ത് വേണമെങ്കിലും കുഴപ്പമില്ല. ഓൾറെഡി ഇപ്പോൾ ഇവർ ഹോട്ടലും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മളെ കോൺടാക്ട് ചെയ്തും കാര്യങ്ങളെല്ലാം. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട്? എന്നാലും ഒരു സൂറത്തിനെ പറ്റി എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് പറയാനുണ്ടോ? ആക്ച്വലി ഞങ്ങൾ സൂറത്ത് അധികം കണ്ടിട്ടില്ല, കാണുന്നേ ഉള്ളൂ. 2-3 ദിവസം ഉണ്ടല്ലോ. 3 ദിവസം ഉണ്ടല്ലോ. അപ്പോൾ ഞാനുണ്ട് കൂടെ, കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഓക്കെ, ഇന്നത്തേക്ക് എല്ലാവിധമായ ഇത് നമ്മുടെ സ്റ്റാർട്ടിംഗ് ആണോ ഈ ഓൺലൈൻ? ഇല്ല, ഞാൻ കോവിഡിന് മുമ്പ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഡെലിവറി പ്രഗ്നൻസി സമയത്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിർത്തിയേക്കുമായിരുന്നു. ഇനിയിപ്പോൾ റീസ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ. അപ്പോൾ എല്ലാവിധമായ ഐശ്വര്യങ്ങളും ഭാവങ്ങളും നേരുന്നു. ദൈവം സഹായിക്കട്ടെ.
ഓക്കെ മയങ്ക് ബൈ ജോയിൻ ചെയ്തതിന് നന്ദിയുണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു